Good afternoon, all. Welcome to Civils 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed description of today's Hindu newspaper, we are introducing a program called Prelims Mains Companion. So, what is this program? This program is an integrated Prelims Mains test series. ഇനി നമുക്ക് അടുത്ത പ്രിലിംസിലോട്ട് we have around 10 months. So, ഈ 10 months ഒരു സ്ട്രാറ്റജിയോടുകൂടി പോവുകയാണെങ്കിൽ there is a better chance to clear the next attempt. So, in 10 months, we should focus on the first 4 months, we should focus on the mains preparation, and the later 6 months, we should focus on the prelims. So, അതുപോലെ തന്നെയാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി, ഒരു വീക്ക്ലി ആൻഡ് ഡെയിലി സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഈ പ്രോഗ്രാം നയിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ക്ലാസ് ഇൻക്ലൂഡഡ് ആണ്, സമ്മറി ക്ലാസ്സസ് ഇൻക്ലൂഡ് ആണ്, ലൈക്ക് ക്രാഷ് കോഴ്സ്. ആൻഡ് ദിസ് പ്രോഗ്രാം is also include daily answer writing, sectional answer writing, then full length test also. Okay, ഇതൊരു ഹൈബ്രിഡ് പ്രോഗ്രാം ആണ്, അതുകൊണ്ട് തന്നെ you can join in online or offline. Okay, and this would be helpful for beginners, repeaters and also for the working professionals. Working professional ആണെന്നുണ്ടെങ്കിൽ we would give a personalized strategy for them because അവർക്ക് പഠിക്കാൻ കുറച്ച് ടൈം വരുന്നുള്ളൂ. സോ ഒരു വൺ സൈസ് ഫിറ്റ് അപ്രോച്ച് ആയിരിക്കില്ല വർക്കിംഗ് പ്രൊഫഷണൽസിന് ഉണ്ടാക്കുന്നത്. Okay, so according to your need, we would arrange this program and we would also give a personal mentor for you. Okay, ഒരു mentor ഉണ്ടാവും. He would guide your entire preparation. Okay, then if you are interested, you can contact in this number. Okay, and register ചെയ്യാം. മാത്രമല്ല ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം 26-ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ്സസ് ഈ നമ്പറിൽ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ യു കുഡ് ഗെറ്റ്. സോ ഒരു 360 ഡിഗ്രി അബൌട്ട് ദിസ് പ്രോഗ്രാം ഈ ഒരു ഓറിയന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ ആക്സസ് ദാറ്റ്. ദെൻ ദ മേജർ ന്യൂസ് ഓഫ് ടുഡേ. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഹിറ്റ്സ് 23-month ഹൈ ഓഫ് 7.3%. ദാറ്റ് മീൻസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നിലയിൽ വന്നിട്ടുണ്ട്. അത് പറയുന്നു 7.3% ആണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന്. അത് കഴിഞ്ഞ 23 മാസം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് ആണ്. ദിസ് ഈസ് അബൌട്ട് ദിസ് ന്യൂസ്. ദെൻ ദ സെക്കൻഡ് ന്യൂസ്, കോ എക്സിസ്റ്റിംഗ് വിത്ത് ടൈഗേഴ്സ് ഔട്ട്സൈഡ് റിസർവ്സ്. നമുക്ക് ടൈഗർ കൺസർവേഷൻ പ്രോജക്ട്സ് ഒരുപാടുണ്ട്. പ്രൊജക്ട് ടൈഗർ, പിന്നെ അതുപോലെ തന്നെ ടൈഗർ റിസർവ്സ് ഒക്കെ നമ്മൾ തയ്യാറാക്കി. ടൈഗർ റിസർവ്സ് ഉണ്ട് നമുക്ക് ഒരുപാട്, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. സോ നമ്മൾ പ്രൊജക്ട് ടൈഗറിനൊക്കെ ശേഷം ആക്ച്വലി ദ നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇൻക്രീസ്ഡ് ഇൻ ഇന്ത്യ. പക്ഷേ അവർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഇവർ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് ടൈഗേഴ്സ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ജനവാസ മേഖലയിലോട്ട് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ അതിനെതിരെയായിട്ട് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ് എ പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ്, സെൻറ്റർ റീഇഷ്യൂസ് ഡ്രാഫ്റ്റ് ഓൺ വെസ്റ്റേൺ ഗൾസ് എക്കോ സോൺ. അതായത് എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന ഒരു സോൺ നമ്മൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ ഡിക്ലെയർ ചെയ്യുന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ഉണ്ട്. അപ്പോൾ അത് ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റിയിട്ടില്ല വെസ്റ്റേൺ ഗൾസ് ഉള്ള സംസ്ഥാനങ്ങളിൽ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നൊക്കെ ഇത് ഒരു 360 ഡിഗ്രിയിൽ കവർ ചെയ്യും. ദെൻ ഇന്ത്യ കർട്ടൈൽഡ് 8,133 GWh സോളാർ പവർ ടു മെയിൻറ്റെയിൻ ദി ഗ്രിഡ് സെക്യൂരിറ്റി. അതായത് സോളാർ കർട്ടൈൽമെൻറ്റ് എന്ന് പറയും. അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺ. അപ്പോൾ അതിനാണ് സോളാർ കർട്ടൈൽമെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രത്തോളം ജിഗാവാട്ട് ഓഫ് എനർജി ആക്ച്വലി സോളാർ കർട്ടൈൽമെൻറ്റ് ചെയ്ത് നമ്മൾ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്തില്ല, അവർക്ക് പ്രൊഡക്ഷൻ കുറച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ന്യൂസിൽ PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. അതായത് സോളാർ എനർജി പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന സ്കീമാണ്. സോ അതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സും ഈ ന്യൂസിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഓരോ ന്യൂസും ഇൻ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യാം. The first news talks about the index of industrial production. അതായത് വാട്ട് ഈസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ It measures the growth of industrial output in India.
അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ ഔട്ട്പുട്ട് പ്രധാനമായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ മൈനിങ്, മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് മോസ്പി, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്ലി ഓരോ മാസം ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു ഹൈ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റർ ഓഫ് ഇൻഡസ്ട്രിയൽ പെർഫോമൻസ് എന്ന് പറയും, കാരണം മന്ത്ലി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റർ ഓഫ് ഇൻഡസ്ട്രിയൽ പെർഫോമൻസ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ്സ് ദ ഹെൽത്ത് ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് നിലവിലെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നുണ്ട്. സോ എക്കണോമിക് ഗ്രോത്തും അസസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഡാറ്റയാണ് പലപ്പോഴും RBIയും ഗവൺമെൻറ്റും എക്കണോമിസ്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പോൾ കഴിഞ്ഞ മാസം ജൂൺ 2023 ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പുറത്തേക്ക് വന്നപ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ 7.3% ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. ഇത് ആക്ച്വലി കഴിഞ്ഞ 23 മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് ആണ് 7.3% എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഇത്രയും ഗ്രോത്ത് ഉണ്ടായി? ദ ഫസ്റ്റ് തിങ്, സ്ട്രോങ് പെർഫോമൻസ് ഇൻ ദ മാനുഫാക്ചറിങ് സെക്ടർ, ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡക്ഷൻ. അതായത് ഇത്തരം മേഖലകളിൽ, അതായത് മാനുഫാക്ചറിങ് സെക്ടർ, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡക്ഷൻ, ഈ മേഖലയിൽ നല്ല ഗ്രോത്ത് ഉണ്ടായതുകൊണ്ടാണ് ടോട്ടൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഗ്രോത്ത് കൂടാൻ കാരണം. ഓക്കെ, ബട്ട് വി ഹാവ് സം കൺസേൺസ്. ഇപ്പോൾ നിലവിൽ 7.3% ഗ്രോത്ത് ഒക്കെ ജൂൺ മാസത്തിൽ ഉണ്ടായില്ലേ, എന്നാൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ദ ഫസ്റ്റ് തിങ് ഈസ് ദി വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്. വെസ്റ്റ് ഏഷ്യ, അതായത് ഇറാൻ US തമ്മിൽ വാർ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദ ഓയിൽ സപ്ലൈ, ഇറ്റ് ഈസ് എഫക്റ്റിംഗ് അവർ എനർജി സെക്യൂരിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എഫക്റ്റിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്സ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്, ഒരു കൺസേൺ ആണ് നമുക്ക്. അടുത്തത് ബിലോ നോർമൽ മൺസൂൺ കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറും കുറയും. ഓക്കെ, അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കുറയും. അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അതിന് അഗ്രികൾച്ചറിന് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഡക്ഷനും കുറയും. സോ വി ഹാവ് ദീസ് 2 കൺസേൺസ്. ഇത്രത്തോളം 7.3% ഗ്രോത്ത് ഉണ്ടെങ്കിലും നമുക്കൊരു കൺസേൺസ് ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ഈ ന്യൂസ് എന്താണെന്ന് പറയാം. അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഒരു സ്കീം, ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ടൈഗേഴ്സ് ഔട്ട്സൈഡ് ടൈഗർ റിസർവ്സ്. എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ്. ഇതെന്തിനാണെന്ന് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനും, അതായത് ടൈഗേഴ്സ് ഒരുപാട് അവർ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. സോ അവിടെ ഒരു ജനവാസ മേഖലയിൽ ചെല്ലുമ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്, അത് കുറയ്ക്കാനും. മാത്രമല്ല 35 to 40% ഓഫ് ദ ടൈഗേഴ്സ് ആർ ലിവിങ് ഔട്ട്സൈഡ് ദ ടൈഗർ റിസർവ്സ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് പുറത്താണ് ഈ 35 to 40% ഓഫ് ടൈഗേഴ്സ് ജീവിക്കുന്നത്. സോ ഇവർ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ മാത്രമല്ല അവരെ സംരക്ഷിക്കേണ്ടത്, പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് പുറത്തേക്ക് വന്നേക്കുന്ന ടൈഗേഴ്സിനെ നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, അതിനുള്ള മെഷേഴ്സും ഈ ഒരു സ്കീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സ്കീമിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവിൻ്റെ പേരാണ് ടൈഗേഴ്സ് ഔട്ട്സൈഡ് ടൈഗർ റിസർവ്സ്. നമുക്ക് ഇപ്പോൾ നിലവിൽ ടൈഗറിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ടൈഗറിൻ്റെ കൺസർവേഷന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന പ്രൊജക്റ്റാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. 1973 ഈ ഒരു പ്രൊജക്റ്റ് നിലവിൽ വന്നേക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നിലവിൽ വരുന്ന സമയത്ത്, അതായത് 1973 നമുക്ക് 9 ടൈഗർ റിസർവ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ 2026 58 ടൈഗർ റിസർവ്സ് ഉണ്ട്. സോ നമ്മൾ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അർത്ഥം. ആൻഡ് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പോപ്പുലേഷൻ കൂടിയത് കാരണം 2006 1411 ടൈഗേഴ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ we have 3682 ടൈഗേഴ്സ് ഇൻ ഇന്ത്യ. ഒരു 3-fold ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഒരു 70% ഓഫ് ടൈഗേഴ്സും ഇന്ത്യയിലാണ്. ഓക്കെ, പിന്നെ ടൈഗർ റിസർവ്സിൻ്റെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊട്ടക്റ്റഡ് ടൈഗർ റിസർവ്സിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഇറ്റ് കവർ ദ 2.6% ഓഫ് ഇന്ത്യാസ് ലാൻഡ് ഏരിയ.
ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ 2.6% ടൈഗർ റിസർവ്സ് ആണ്. ഓക്കെ, ദെൻ വൈ ദ ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ടൈഗേഴ്സ് ഔട്ട്സൈഡ് ടൈഗർ റിസർവ് ഇനീഷ്യേറ്റീവ് നീഡഡ്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വേണം? ദ ഫസ്റ്റ് തിങ്, ഇപ്പോൾ നിലവിലുള്ള ടൈഗേഴ്സിൻ്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ അതിൽ 35 മുതൽ 40% ടൈഗേഴ്സും ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് പുറത്താണ് ജീവിക്കുന്നത്. ദെൻ ഇത് എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു അത് നമ്മൾ പറയണം. എന്തുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്നിട്ട് ടൈഗേഴ്സ് പുറത്തേക്ക് പോകുന്നു? ദ ഫസ്റ്റ് തിങ്, അവർ ജീവിക്കുന്ന മേഖല സാച്ചുറേറ്റഡ് ആയി. അതായത് ഒരു ഏരിയയിൽ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈഗേഴ്സ് ജീവിക്കാൻ പറ്റും, അത് സാച്ചുറേറ്റഡ് ആയി. ദെൻ ഈ ടൈഗേഴ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഇവർ പല സ്ഥലത്തേക്കും പുതിയ ടെറിട്ടറീസ് അന്വേഷിച്ച് പോകും. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് പുതിയ ടെറിട്ടറി അന്വേഷിച്ച് പോകുമ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഈ ടൈഗേഴ്സ് ഔട്ട്സൈഡ് ദ ടൈഗർ റിസർവ്സ് ഇത്രത്തോളം കൂടാൻ കാരണം. ദെൻ ദിസ് ഇൻക്രീസ്, ഇതുപോലെ പുറത്തേക്ക് വരുന്ന ടൈഗേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ദിസ് വുഡ് ഇൻക്രീസ് ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റ്. ദെൻ ലൈഫ് സ്റ്റോക്ക് ഡിപ്രീസിയേഷൻ, പല മൃഗങ്ങളെയും നമ്മൾ ഈ ടൈഗേഴ്സ് കടിച്ചുകൊണ്ട് അവരുടെ പോപ്പുലേഷൻ കുറയ്ക്കാറുണ്ട്. ഹ്യൂമൻ ഫാറ്റാലിറ്റീസ്, ആൾക്കാർ മരിക്കാറുണ്ട് ടൈഗറിൻ്റെ അറ്റാക്കിൽ. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് പ്രഷർ. ഓക്കെ, ദെൻ ദ ഒബ്ജക്റ്റീവ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഔട്ട്സൈഡുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ ഔട്ട്സൈഡുള്ള ടൈഗേഴ്സിനെ കൺസേർവ് ചെയ്യുക. ദെൻ ഹ്യൂമൻ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ ലൈവ്ലിഹുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പല സമയത്തും ടൈഗേഴ്സ് ഉള്ള ഏരിയയിൽ പോയി ജോലി ചെയ്യാൻ ആൾക്കാർക്ക് പേടിയാണ്. ദെൻ ഷിഫ്റ്റ് ഫ്രം റിയാക്റ്റീവ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ടു പ്രൊയാക്റ്റീവ് സയൻസ് ബേസ്ഡ് കൺസർവേഷൻ. അതായത് ഇപ്പം എന്താ ചെയ്യുന്നത്, ആക്ച്വലി ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കാറ്. പക്ഷെ അങ്ങനെയല്ല വേണ്ട, റിയാക്റ്റീവ് അല്ല വേണ്ട, പ്രൊയാക്റ്റീവായിട്ട് മുന്നേ നമ്മൾ ഇത് കുറയ്ക്കാനുള്ള മെഷേഴ്സ് തയ്യാറാക്കണം. ഓക്കെ, ദെൻ ഈ ഒരു ഇനീഷ്യേറ്റീവ് ടൈഗേഴ്സ് ഔട്ട്സൈഡ് ടൈഗർ റിസർവ്സ് എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവിൽ വി ആർ യൂസിങ് ക്യാമറ ട്രാപ്സ്. കുറേ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ക്യാമറ ട്രാപ്സ്, GPS, ഡ്രോൺസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏർലി വാർണിംഗ് സിസ്റ്റംസ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഡാറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളെല്ലാ വൈൽഡ് ലൈഫും മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ചാലഞ്ചസ്? ഇപ്പം നിലവിൽ ഇത്രത്തോളം ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിലും there is also a chance for the human wildlife conflict. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ടൈഗറിൻ്റെ അറ്റാക്ക് കാരണം പറ്റിക്കഴിഞ്ഞാൽ there is a delayed compensation. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറവാണ്. പിന്നെ ഹാബിറ്റേറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ നേരിടുന്നുണ്ട് ടൈഗേഴ്സ്. ദെൻ നീഡ് ഫോർ ട്രെയിൻഡ് ഫോറസ്റ്റ് സ്റ്റാഫ് ആൻഡ് വിറ്റ്നസ്. അതായത് ഇത് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റാഫുകൾ വേണം. ഇവരെ കൺട്രോൾ ചെയ്യാൻ, ടൈഗർ പുറത്തേക്ക് വരുമ്പോൾ ഇവരെ പിടിക്കാനും ഇവരെ തിരിച്ചവിടെ കൊണ്ടുപോകാനും അത്യാവശ്യം നല്ല സ്റ്റാഫും വേണം, അവർ ട്രെയിൻഡും ആയിരിക്കണം. സോ മാത്രമല്ല പബ്ലിക് ട്രസ്റ്റ് നമുക്ക് ഉറപ്പുവരുത്തണം. ആക്ച്വലി നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ടൈഗർ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം പോകും. ഓക്കെ, ആ ട്രസ്റ്റ് തിരിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്തേ പറ്റും. ഓക്കെ, ദെൻ ദ തേർഡ് ന്യൂസ്, അതായത് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ഇഷ്യൂഡ് 7th draft notification for declaring ecologically sensitive areas in the West. അതായത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ ഡിക്ലെയറിംഗ് ദ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ്. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ? എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അതിന് റിലേറ്റഡ് അത് നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഒരു മിനിസ്ട്രി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് എന്ന് നോക്കാം. ഓക്കെ, അതിനു മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ എന്തുകൊണ്ട് വെസ്റ്റേൺ ഗട്ട്സിൽ ഇതുപോലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഡിക്ലെയർ ചെയ്യണം എന്ന് നമുക്ക് ആദ്യം ഇമ്പോർട്ടൻസ് നോക്കാം. എന്നിട്ട് എന്താണ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ നോക്കാം. ഒന്നാമത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആണ്. അതുപോലെ തന്നെ ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. മാത്രമല്ല അത് എൻഡേഞ്ചർഡും ആണ്. ആക്ച്വലി
അത് മീൻസ് അവർ ഒരുപാട് ത്രെട്ടൺ നേരിടുന്നുണ്ട്, ഒരുപാട് വംശനാശ ഭീഷണികൾ നേരിടുന്ന ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക. അതായത് അവിടെ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു 1500 കൂടുതൽ എന്നൊക്കെ പറയാം. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ സ്പീഷീസ് ആർ ത്രെട്ടണിങ് ആക്ച്വലി. അവരുടെ ഒരു വംശനാശ ഭീഷണി അവർ നേരിടുന്നുണ്ടെങ്കിൽ അത്തരം ഏരിയാസിന് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയും. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയും. Then the Western Ghats is also the source for the major peninsular rivers like Godavari, Krishna, Kaveri, Tungabhadra. ഓക്കെ, മാത്രമല്ല ഒരുപാട് എൻഡമിക് സ്പീഷീസ്, അതായത് വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണുന്ന കുറേ സ്പീഷീസ് ഉണ്ട്. വേറെ എവിടെ നോക്കിയാലും, ഹിമാലയത്തിൽ പോയാലും, ഈസ്റ്റേൺ ഗട്ട്സിൽ പോയാലും, വിന്ധ്യാസിൽ പോയാലും, സത്പുരയിൽ പോയാലും എവിടെയും കാണാൻ പറ്റില്ല. വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉണ്ട്. ദെൻ റെഗുലേറ്റ് ക്ലൈമറ്റ് ആൻഡ് മൺസൂൺ പാറ്റേൺസ്. വി നോ ദാറ്റ് ഈ വെസ്റ്റേൺ ഗട്ട്സ് ആണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ കേരളത്തിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു റോള് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മഴ പെയ്യുന്നു. ഓക്കെ, നമ്മുടെ കേരളത്തിലും അല്ലാന്നുണ്ടെങ്കിൽ ഗുജറാത്ത്, കർണാടക, ഇങ്ങനെ എല്ലാം മഴ പെയ്യിപ്പിക്കാൻ വെസ്റ്റേൺ ഗട്ട്സ് കാരണമാണ്. സോ ക്ലൈമറ്റ് റെഗുലേഷന് ദിസ് വെസ്റ്റേൺ ഗട്ട്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. സോ വി നീഡ് ടു കൺസർവ് ഇറ്റ്. അത് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു മെത്തേഡാണ് ഡിക്ലെയറിങ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ എന്താണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് എന്ന് പറയുമെങ്കിൽ എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയാസിന് അണ്ടർ ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഡിക്ലെയർ ചെയ്യും. ദീസ് ആർ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ്. ഇവിടെ കുറേ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യും. അതായത് ലൈക്ക് മൈനിങ്, ക്വാറി, സാൻഡ് മൈനിങ്, തെർമൽ പവർ പ്ലാന്റ്സ്, ഹൈലി പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ്, ലാർജ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് ഒന്നും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇന്നൊരു ഏരിയയിൽ നടപ്പിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ ആണ്. അതായത് അവിടെ എന്തെങ്കിലും നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ചിലപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും, അങ്ങനെ പല ഒരു ഡിസാസ്റ്റേഴ്സും ഉണ്ടാകാൻ കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വി നീഡ് ടു പ്രൊട്ടക്ട് ദാറ്റ് ഏരിയ. സോ സർട്ടൻ ആക്ടിവിറ്റീസ് ആർ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ഇൻ ദ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആൻഡ് സർട്ടൻ തിങ്സ് ആർ റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് നടപ്പിലാക്കാം. ബട്ട് ദിസ് ഇസ് റെഗുലേറ്റഡ്, കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് അല്ല, ഇതിൽ റെഗുലേറ്റഡ് ആണ്. മറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, എൻവയോൺമെൻറ്റ് സേഫ് ഗാർഡ്സ് ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി പ്രൊമോട്ടഡ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ ഇതുപോലെ എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ഏരിയനെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് അണ്ടർ ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദെൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് വി ഹാവ് എ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി 2011 ഫോം ചെയ്തായിരുന്നു. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത് എൻ്റയർ വെസ്റ്റേൺ ഗട്ട്സിനെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം 2013 2 വർഷം കഴിഞ്ഞപ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു. കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നിട്ട് പറഞ്ഞു എൻ്റയർ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണ്ട, മറിച്ച് അതിൻ്റെ ഒരു 35% ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഡിക്ലെയർ ചെയ്താൽ മതി എന്നും പറഞ്ഞു. ദെൻ വൈ ദ നോട്ടിഫിക്കേഷൻ ഡിലേ? അതായത് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നടപ്പിലാകുന്നില്ല ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺ. ദ ഫസ്റ്റ് തിങ് ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ വെസ്റ്റേൺ ഗട്ട്സ് സ്റ്റേറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ്റും വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളും തമ്മിൽ അടി നടക്കുന്നുണ്ട്. ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. ബിക്കോസ് ഇതുപോലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് എഫക്ട് ദ അഗ്രികൾച്ചർ, പ്ലാന്റേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ആൻഡ് ദ ലോക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ആ സംസ്ഥാനത്തെ അഗ്രികൾച്ചറിനെയും പ്ലാന്റേഷനെയും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെയും ലോക്കൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ അത് ബാധിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനത്തിന് പൊതുവെ എതിരാണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഡിസ്പ്യൂട്ട് ഓവർ ദ വില്ലേജസ് ആൻഡ് ഏരിയാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ. ഓക്കെ, ഇന്ന ഏരിയ ശരിക്കും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇന്ന വില്ലേജ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഡിസ്പ്യൂട്ട് ഓൾറെഡി എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്. ദെൻ ദ
ദ ഇഷ്യൂസ് ഞാൻ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് കൺസർവേഷൻ വേഴ്സസ് ഡെവലപ്മെൻറ്റ് എന്നതാണ് ഇവിടെ ആക്ച്വലി സർവീസ് ചെയ്യുന്നത്. നമ്മൾ കൺസർവ് ചെയ്യണോ അതിനെ ഡെവലപ്പ് ചെയ്യണം. ദെൻ ഫെഡറലിസം ഇൻ എൻവയോൺമെൻറ്റൽ ഗവേണൻസ്, അതായത് എൻവയോൺമെൻറ്റൽ ഗവേണൻസ് ഇതുപോലുള്ള മേഖലയിൽ ഫെഡറലിസം ഇഷ്യൂ വരുന്നുണ്ട്. അതായത് ഫെഡറൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ദെൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ഇതൊക്കെ ഇഷ്യൂ ആണ് ആക്ച്വലി. ഓക്കെ, ദെൻ വേ ഫോർവേഡ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തത് വി ഷുഡ് എൻഷുവർ ദ കോപ്പറേറ്റീവ് ഫെഡറലിസം. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കോപ്പറേഷൻ വന്നിട്ട് നമ്മൾ ഇത് ഉൾപ്പെടുത്താം, മീൻസ് നല്ല രീതിയിൽ നടപ്പിലാക്കാം. ദെൻ സയൻറ്റിഫിക് മാപ്പിംഗ് വിത്ത് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ, അതായത് അവിടുത്തെ ആ ലോക്കൽ പോപ്പുലേഷനെ കൺസൾട്ട് ചെയ്യുക, അതുപോലെ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൺസൾട്ട് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റിനെ കൺസൾട്ട് ചെയ്യുക, അതുപോലെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു സയൻറ്റിഫിക് മാപ്പിംഗ് നമ്മൾ ഉറപ്പുവരുത്തണം. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറും എക്കോ ഫ്രണ്ട്ലി ലൈവ്ലിഹുഡും അവിടെ പ്രൊമോട്ട് ചെയ്യണം. അല്ലാതെ ഒട്ടും ഡെവലപ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതിനെതിരെ എതിർക്കും. ദെൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അവിടുത്തെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താം. ദെൻ ഇംപ്രൂവ് ദ എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ ആൻഡ് മോണിറ്ററിങ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ന്യൂസ്. ഈ ന്യൂസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പാർലമെൻറ്റിനോട് പറഞ്ഞു, ഓക്കെ, 8133 ജിഗാവാട്ട് ഹവർ സോളാർ എനർജി കർട്ടൈൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ബിഫോർ ഗോയിങ് ടു ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് ന്യൂസ്, ഓക്കെ, എന്താണ് സോളാർ എനർജി കർട്ടൈൽമെൻറ്റ് അല്ലെങ്കിൽ സോളാർ പവർ കർട്ടൈൽമെൻറ്റ് നോക്കാം. അതായത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻഷണൽ റിഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ദ സോളാർ പ്ലാന്റ്സ് ബൈ ദ ഗ്രിഡ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു സോളാർ എനർജി പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പ്ലാന്റിൻ്റെ ഓപ്പറേറ്റേഴ്സ് സ്വമേധയാ പ്രൊഡക്ഷൻ കുറച്ചു, സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ കുറച്ചു. എന്തിന്? ബിക്കോസ് ഓഫ് സെർട്ടൻ റീസൺസ്. മേ ബി ഈ എനർജി ഉണ്ടാക്കിയെന്ന് വിചാരിക്കും, എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യം അത് ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യാൻ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കുറവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി ഉണ്ടാവും. ഓരോ പവർ പ്ലാന്റിനും ഇത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഗ്രിഡിന് ഇത്രത്തോളം പറ്റത്തുള്ളൂ, ഗ്രിഡിന് ഇത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടും കാര്യമില്ല, ഗ്രിഡിന് അതിനുള്ള ഇലക്ട്രിസിറ്റി ഗ്രിഡിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ദെൻ ഇറ്റ് വിൽ ലീഡ് ടു ഗ്രിഡ് ഇൻസ്റ്റെബിലിറ്റി, അതായത് ഗ്രിഡ് സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്തണം. അതായത് ഒരുപാട് എനർജി നമ്മൾ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടാകും, ചൂടുണ്ടാകും, ഇലക്ട്രിസിറ്റി പോകുമ്പോൾ മേ ബി പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. സോ ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം അതുകൊണ്ട് ഇത്തരം റീസൺ കൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ ചില സമയം അവിടുത്തെ ഗ്രിഡ് ഓപ്പറേറ്റേഴ്സ് കുറയ്ക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 8133 ജിഗാവാട്ട് അവർ എനർജിയാണ്, സോളാർ എനർജിയാണ് നമ്മൾ കർട്ടൈൽ ചെയ്തത്. സോളാർ എനർജി കർട്ടൈൽ ചെയ്തേ. ദെൻ അതിൻ്റെ ഒരു ഡാറ്റ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ റീസൺസും ഇത് തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണ് റീസൺസ്. ദെൻ നമ്മുടെ സോളാർ എനർജി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് 162.15 ജിഗാവാട്ടാണ് നമ്മുടെ സോളാർ എനർജി കപ്പാസിറ്റി ഇന്ത്യയുടെ ടോട്ടൽ. അതിൽ തന്നെ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്കെയിൽ സോളാർ എനർജി പ്രൊഡക്ഷൻ, റൂഫ് ടോപ്പ് സോളാർ, അതായത് നമ്മുടെ വീടുകളുടെ മേലയിലൊക്കെ സോളാർ എനർജി പ്ലാന്റ്സ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഓഫ് ഗ്രിഡ് സോളാർ, അതായത് നമ്മൾ ഗ്രിഡിനായിട്ട് കണക്ട് ചെയ്തില്ല ഇലക്ട്രിസിറ്റി, പക്ഷെ നമ്മൾ ചെറിയ ചെറിയ വീടുകളിലും ചെറിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ സോളാർ എനർജി കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇത്തരത്തിൽ ഉള്ള എൻ്റെ ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. സോ യൂട്ടിലിറ്റി സോളാർ സ്കെയിൽ, റൂഫ് ടോപ്പ് സോളാർ, ഓഫ് ഗ്രിഡ് സോളാർ, ഇതുപോലെയുള്ള എല്ലാത്തിനും ക്യുമുലേറ്റീവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വി ഹാവ് 162.15 ജിഗാവാട്ട് ഓഫ് സോളാർ എനർജി കപ്പാസിറ്റി. And this news also talks about the schemes called പ്രധാൻ മന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. ഈ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് 2024 ഈ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസ് ഹൗസ് ഹോൾഡിൽ പ്രൊമോട്ട് ചെയ്യും. അതായത് വീടുകളിൽ സോളാർ എനർജി പ്രൊഡക്ഷൻ വേണ്ടി റൂഫ് ടോപ്പിൽ നമ്മുടെ റൂഫിൻ്റെ മേലെയുള്ള സോളാർ എനർജി പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് അതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം വന്നേക്കുന്നത്. അപ്പം ഇങ്ങനൊരു സ്കീം, ഇങ്ങനെ റൂഫ് ടോപ്പ് സോളാർ പവർ സിസ്റ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് റെഡ്യൂസ് അവർ ഇലക്ട്രിസിറ്റി ബിൽ, അല്ലേ? റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് നമുക്ക് സാധാ കറണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ചാർജ്
ഇലക്ട്രിസിറ്റി ചാർജ് കുറയും. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി അഡോപ്ഷൻ കൂടും. നമ്മൾ ഒരുപാട് റിന്യൂവബിൾ എനർജി അഡോപ്ഷൻ കൂടും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരുപാട് ക്ലീൻ എനർജി ടാർഗറ്റ്സ് ഉണ്ട്. ലൈക്ക് പഞ്ചാമൃത് ടാർഗറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 2030 ആകുമ്പോഴേക്കും നമ്മൾ 50% എനർജിയും റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നായിരിക്കും നമ്മൾ അക്യൂർ ചെയ്യുന്നുണ്ടാകാം. സോ ഇതുപോലുള്ള ഇന്ത്യയുടെ ടാർഗറ്റ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്കീം നടപ്പിലാക്കും. ഈ ഒരു സ്കീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്കീമിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തൊക്കെ ഇപ്പോൾ എത്രത്തോളം നിലവിൽ ചെയ്തു, എത്രത്തോളം അപ്ലിക്കേഷൻസ് ഉണ്ട്, എത്രത്തോളം റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്താ, ഓക്കെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്താ റൂഫ് ടോപ്പിൻ്റെ, ദെൻ ഹൗസ് ഹോൾഡ് എത്രത്തോളം ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുപോലുള്ള ഡാറ്റ ഓൾറെഡി ഗവൺമെൻറ് കൊണ്ടുവന്നു. ദെൻ വാട്ട് ആർ ദ ഇഷ്യൂസ്? ഫസ്റ്റ് തിങ്, ദ റിന്യൂവബിൾ എനർജി ഇൻ്റഗ്രേഷൻ. നമുക്ക് എനർജി ഉണ്ട്, പക്ഷെ അത് ഗ്രിഡിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രാൻസ്മിഷൻ ബോട്ടിൽ നെക്സ്, അതായത് ഇത്രത്തോളം എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ദെൻ ഗ്രിഡ് മോഡേണൈസേഷൻ, അതായത് നമുക്ക് സ്മാർട്ട് ഗ്രിഡുകൾ കുറവാണ്. സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രിഡിലോട്ട് എനർജി നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ടെക്നോളജി അല്ലെങ്കിൽ IoT ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും നമുക്ക് ഹീറ്റ് ലോസ്, എനർജി ലോസ് വരുന്നുണ്ടോ, ഹീറ്റ് ആകുന്നുണ്ടോ, ഹീറ്റ് ലോസ് വരുന്നുണ്ടോ, അതൊക്കെ നമ്മൾ ആക്ച്വലി ഇതിന് പ്രശ്നം വരുന്നെങ്കിൽ പെട്ടെന്ന് ആ ഗ്രിഡ് ഷട്ട് ഡൗൺ ചെയ്യണം. ഇതുപോലുള്ള സ്മാർട്ട് ഗ്രിഡുകൾ നമുക്ക് ആക്ച്വലി ഇല്ല. അപ്പോൾ പല അപകടങ്ങളും നടക്കുന്നുണ്ട്. ദെൻ എനർജി സ്റ്റോറേജ്, ആക്ച്വലി നിങ്ങൾ ആലോചിക്കണം, സോളാർ എനർജി ഇത്രത്തോളം കറക്റ്റയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരെ. അതെ, ആവശ്യമുള്ളപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആ സ്റ്റോർ ചെയ്ത എനർജി കൊടുത്താൽ പോരെ. ഒരർത്ഥത്തിൽ നല്ലതാ, പക്ഷേ വി ഹാവ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് വളരെ ഇന്ത്യയിൽ കുറവാണ്. ദെൻ ക്ലീൻ എനർജി ട്രാൻസിഷനിലോട്ട് ഇതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്, ഈ സോളാർ കർട്ടൈൽമെൻറ്റ്. സോ വാട്ട് വി നീഡ്, നമ്മളിനി എന്ത് ചെയ്യണം? ഫസ്റ്റ് തിങ്, എക്സ്പാൻഡ് ദ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ദ സെക്കൻഡ് തിങ് ഈസ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് കൊണ്ടുവരാം, സ്മാർട്ട് ഗ്രിഡുകൾ കൊണ്ടുവരാം. ദെൻ റിന്യൂവബിൾ എനർജി ഫോർകാസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ദിവസം ഫോർകാസ്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഗ്രിഡിലോട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടുക. ദെൻ റൂഫ് ടോപ്പ് സോളാർ അഡോപ്ഷൻ നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റും ട്രാൻസ്മിഷൻ പ്ലാനിങ്ങും തമ്മിൽ ഒരു കോർഡിനേഷൻ വേണം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു റിന്യൂവബിൾ എനർജി പ്ലാന്റ് വരുന്നുണ്ട്, പക്ഷേ അത്രത്തോളം പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തുപകാരം അല്ലേ? അപ്പോൾ അത് തമ്മിലൊരു കോർഡിനേഷൻ നിലവിൽ വേണം. ദെൻ വി ആർ ഗിവിങ് എ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് യു ക്യാൻ സെൻഡ് ടു ദിസ് മെയിൽ. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് അയച്ചേക്കുന്ന മെയിലിലോട്ട് തിരിച്ചയക്കുന്നതായിരിക്കും. സോ യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, താങ്ക് യു.